നമസ്തേ, എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് കബീർ ദാസ്, മോട്ടിവേഷണൽ ട്രെയിനർ ആൻഡ് ബിസിനസ് കോച്ച്. സ്വദേശം തിരുവനന്തപുരം ജില്ലയുടെ ആറ്റിങ്ങലാണ്. ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെടുകയും ഭാവിയെക്കുറിച്ചുള്ള വിഷമിക്കുന്നതിന് പകരം ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ സമ്മർദ്ദം കുറയ്ക്കാനും സന്തോഷം കണ്ടെത്താനും കൂടുതൽ സഹായിക്കും. ഇന്ന് നമ്മുടെ വിഷയവും അതുപോലുള്ളതാണ്. ഫാമിലി ബോണ്ടിങ്, കുടുംബ ബന്ധങ്ങളെ നമുക്ക് എങ്ങനെ ശക്തിപ്പെടുത്താം എന്നതാണ്. ഇന്ന് മാധ്യമങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ ആശ്ചര്യമാണ് ഉണ്ടാകുന്നത്. ഈ തലമുറ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? പഴയ തലമുറക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള മാധ്യമ വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ചൈൽഡ് അബ്യൂസ്, ആത്മഹത്യകൾ, കുട്ടികളുടെ ഡ്രഗ്സിൻ്റെ ഉപയോഗം, ബലാത്സംഗം, എന്തിനേറെ ഓരോ ദിവസവും വാർത്തകൾ അറിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വേദനയാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിലൂടെ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ശിഥിലമായ കുടുംബ ബന്ധങ്ങളാണ് ഇതിൻ്റെയൊക്കെ മൂലകാരണങ്ങൾ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് കെട്ടുറപ്പുള്ള ഒരു കുടുംബ ബന്ധം ഉണ്ടാകുക എന്നത് ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് മാത്രമല്ല, സമൂഹത്തിൻ്റെ കൂടി ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും കെട്ടുറപ്പുള്ള ഒരു കുടുംബം വാർത്തെടുക്കുന്നതിന് വേണ്ടി എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് 8 പോയിന്റുകളായി നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മൾക്കറിയാം, നമ്മുടെ എല്ലാ വീഡിയോകളും കൃത്യമായി പോയിന്റ് ബൈ പോയിന്റുകളായിട്ടാണ് ഡിസ്കസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മാത്രവുമല്ല, ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് ഉപകാരപ്രദമാകാൻ മറ്റുള്ളവർക്ക് നിങ്ങൾ കൃത്യമായി ഷെയർ ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഇന്ന് 8 പോയിന്റുകളായിട്ടാണ് ഈ കുടുംബ ബന്ധങ്ങളെ എങ്ങനെ ശക്തിപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക. അതിൽ ആദ്യത്തെ പോയിന്റ് കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി എന്നാണ്. നല്ല ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. നമ്മളെ കുടുംബത്തിൽ പരസ്പരം സംസാരിക്കുകയും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്താൽ ആ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ പോയിന്റ് ക്വാളിറ്റി ടൈം ടുഗദർ എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മളെ കുടുംബത്തിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ, എല്ലാവരും കൂടി ചേർന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് നമ്മളെ കുടുംബ ബന്ധങ്ങളെ ഒരുപാട് ശക്തിപ്പെടുത്തും. ഇനി മൂന്നാമത്തെ പോയിന്റ് സപ്പോർട്ട് ഈച്ച് അതർ. പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുടുംബം എന്നും നല്ല ശക്തമായ കുടുംബമായിരിക്കും. ഇനി നാലാമത്തെ പോയിന്റ് പ്രാക്ടീസ് ഫോർഗീവ്നെസ് ആൻഡ് പേഷ്യൻസ് എന്നാണ് പറയുന്നത്. ക്ഷമാശീലവും വിട്ടുകൊടുക്കാനുള്ള മനോഭാവവും ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് വളരെ വലുതായിരിക്കും. ഇനി അഞ്ചാമത്തെ പോയിന്റ് എൻകറേജ് കൊളാബറേഷൻ ആൻഡ് സർവീസ് എന്നാണ് പറയുന്നത്. അതായത് പരസ്പര ബന്ധങ്ങളും സേവന മനോഭാവമുള്ള കുടുംബങ്ങൾ എന്നും നല്ല സന്തോഷവും കെട്ടുറപ്പുള്ളതുമായിരിക്കും. ആറാമത്തെ പോയിന്റ് സെലിബ്രേറ്റ് അച്ചീവ്മെൻറ്റ്സ്. നമ്മുടെ അച്ചീവ്മെൻറ്റുകളെ നന്നായി സെലിബ്രേറ്റ് ചെയ്യുന്ന കുടുംബങ്ങളായിരിക്കണം. ഏഴാമത്തെ പോയിന്റ് ക്രിയേറ്റ് ട്രഡീഷൻസ്. നമ്മുടെ പഴയ കാലത്തെ ട്രഡീഷനുകളെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. പണ്ട് നമുക്കുണ്ടായിരുന്ന ഒരുപാട് ട്രഡീഷനുകളും റിച്വൽസുകളും ഒക്കെ ഉണ്ടായിരുന്നു, ശീലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നത് നമ്മളെ കുടുംബ ബന്ധങ്ങളെ കുറെ കൂടെ ശക്തിപ്പെടുത്താൻ കഴിയും. എട്ടാമത്തെയും അവസാനത്തെയുമായ പോയിന്റ് പ്രാക്ടീസ് അപ്രിസിയേഷൻ. മറ്റുള്ളവരെ അഭിനന്ദിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ കുടുംബ ബന്ധങ്ങൾ വളരെ കെട്ടുറപ്പുള്ള കുടുംബ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ നമുക്ക് ഓരോരോ പോയിന്റുകളായി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി. നന്നായി തുറന്ന് സംസാരിക്കാൻ നമ്മൾ കുടുംബത്തിൽ സമയം കണ്ടെത്തണം. ഒരു ഒളിച്ചുവെപ്പുമില്ലാതെ, പരസ്പരം ഒളിച്ചു വെക്കലുകളില്ലാതെ നല്ല ഓപ്പണായിട്ട് സംസാരിക്കാൻ നമുക്ക് കഴിയണം. ഉദാഹരണത്തിന്, ഭാര്യ ജോലിയുള്ള ആളായിരിക്കും, ചിലപ്പോൾ ഭർത്താവ് ജോലിയുള്ള ആളായിരിക്കും. അദ്ദേഹത്തിന് ഓഫീസിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ് വീട്ടിൽ വന്ന് ഷെയർ ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാവണം. അത് കേൾക്കാനുള്ള മനസ്സ് ഭാര്യ കാണിക്കണം. അതുപോലെ ഭാര്യയുടെ ഓഫീസിൽ നിന്ന് വന്നാലും അവർക്ക് എന്തും തൻ്റെ ഭർത്താവിനോടോ തൻ്റെ കുടുംബക്കാരോടോ പറയാനുള്ള അവസരം നമ്മളെ വീടുകളിൽ നമ്മൾ ഉണ്ടാക്കണം. മാത്രവുമല്ല, അങ്ങനെ വരുമ്പോഴാണ് നമ്മളെല്ലാം പത്രത്തിലും മാസികകളിലും ഒക്കെ പല ഇൻസിഡൻറ്റുകളും വായിച്ചിട്ടുണ്ട്. സ്ത്രീയെ പലയിടത്തും വെച്ച് ആരെങ്കിലും ഒന്ന് കമൻ്റ് അടിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അനിഹിതമായ എന്തെങ്കിലും സംഭവിച്ചാൽ വീട്ടിൽ വന്ന് പറയാൻ അവർക്ക് പേടിയാണ്. എൻ്റെ ഹസ്ബൻഡ് എങ്ങനെ അത്
എടുക്കും എന്നെനിക്കറിയില്ല. ഞാൻ സംസാരിക്കുന്നതിനോട്, ഈ പോയിന്റിനോട്, ഈ പ്രവൃത്തിയോട് എങ്ങനെ ഇടപെടും എന്നുള്ള പേടി, അവർക്കത് പറയാൻ തന്നെ പേടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആ വീട്ടിലുണ്ടെങ്കിൽ വെളിയിൽ എന്ത് സംഭവിച്ചാലും കൃത്യമായി വന്ന് വീട്ടിൽ തൻ്റെ ഹസ്ബൻഡിനോടോ കുട്ടികളാണെങ്കിൽ അവർക്ക് അവരുടെ പേരൻസിനോടോ തുറന്ന് സംസാരിക്കാൻ ഉള്ള അവസരങ്ങൾ ഏത് വീടുകളിലുണ്ടോ വീടുകളിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എന്തുണ്ടെങ്കിലും അവർക്ക് കുറേ കൂടെ സെക്യൂരിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ ഓപ്പണായി സംസാരിക്കാൻ ഹസ്ബൻഡ് വൈഫിനോടായാലും മക്കൾക്കായാലും സ്കൂളിൽ നിന്ന് വന്ന് സ്കൂളിലെ വിശേഷങ്ങൾ പറയാൻ നമ്മുടെ വീടുകളിൽ അവസരമുണ്ടാകണം. നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ പോയിട്ട് വന്ന് പലരും നമ്മൾ കണ്ടിട്ടുണ്ട്, വീടുകളിലേക്ക് കുട്ടികൾ കയറി വരുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും. അന്ന് സ്കൂളിൽ നടന്ന സംഭവങ്ങൾ. നമുക്ക് സമയമില്ല, നമ്മൾ നമ്മുടെ മൊബൈലിൽ നോക്കുന്നതിൽ തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ തിരക്കിലായിരിക്കും. പക്ഷേ നമ്മുടെ മക്കളെ കേൾക്കാൻ നമ്മൾ അവസരങ്ങൾ കൊടുക്കണം. നമ്മൾ കേട്ടില്ലെങ്കിൽ മറ്റാരെങ്കിലും കേൾക്കാൻ തുടങ്ങും. അത് പിന്നെ ഭാവിയിൽ പ്രശ്നത്തിലേക്ക് പോകും. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഓപ്പണായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, പരസ്പരം സംസാരിക്കാൻ, എല്ലാവരുമായി ഇടപഴകാൻ, എന്തും പറയാൻ നമ്മളെ വീട്ടിൽ അവസരം ഉണ്ടാവണം. അതിനുള്ള സമയവും ഓപ്പണായി ഉള്ള കൺവെർസേഷൻ ഏത് വീട്ടിൽ നടക്കുന്നു ആ വീട്ടിലെ കെട്ടുറപ്പ്, ആ വീട്ടിൻ്റെ ജീവിതത്തിൽ അവരുടെ കുടുംബ ബന്ധങ്ങൾ കുറെ കൂടെ ശക്തമായിരിക്കുമെന്നാണ് കണ്ടിട്ടുള്ളത്. ഇത്തരം വീടുകളിൽ, ഓപ്പണായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വീടുകളിൽ ഒരിക്കലും അവിടെ ആത്മഹത്യകൾ ഉണ്ടാകാറില്ല, അവിടെ മറ്റ് അനർത്ഥങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഏത് വീട്ടിലും അവർക്ക് അവരുടെ പ്രോബ്ലംസ് പരസ്പരം ഷെയർ ചെയ്യാൻ ഉള്ള അവസരമുണ്ടായാൽ, ആദ്യമേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് അവിടെ തന്നെ കറക്റ്റ് ചെയ്യാനും നല്ല കുടുംബ ബന്ധങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനും കഴിയും. ഇതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ക്വാളിറ്റി ടൈം ടുഗദർ എന്നാണ്. നമ്മൾ ഫാമിലിക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തണം. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സമയമില്ല എന്നുള്ളതാണ്. നമുക്ക് റോഡിലോട്ട് ഇറങ്ങിയാൽ കാണാം, ആർക്കും സമയമില്ല. വളരെ വേഗതയിലാണ് നമ്മുടെ നാട് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കുടുംബത്തിലും. വീട്ടിൽ ആർക്കും എന്തിനോ വേണ്ടി, എവിടേക്കോ വേണ്ടി ഓടുന്നു എന്നുള്ളതല്ലാതെ ക്വാളിറ്റി ആയിട്ടൊരു അരമണിക്കൂർ ഫാമിലിയോടൊപ്പം ചിലവഴിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതിന് നമ്മൾ TV ചാനലുകളിലും മറ്റും കണ്ടിട്ടുണ്ട്, അവരുടെ പ്രൈം ടൈം ന്യൂസ്, പ്രൈം ടൈമിന് അതിന് റേറ്റും കൂടുതലാണ്. അതിൻ്റെ പരസ്യത്തിനൊക്കെ അവർ റേറ്റ് കൂടുതലാണ് വാങ്ങുന്നത്. കാര്യം വീടുകളിൽ നമ്മളെല്ലാവരും ഒത്തൊരുമയായി ഇരിക്കുന്ന സമയമാണ് അവരുടെ പ്രൈം ടൈം. അത് നമ്മൾ വിൽക്കാൻ അനുവദിക്കരുത്. ആ സമയം നമ്മൾ കുടുംബത്തോടൊപ്പം എല്ലാവരും ഒരുമിച്ചിരുന്ന് ആശയവിനിമയം നടത്താനും ചിന്തകൾ ഷെയർ ചെയ്യാനും ഭാവി പരിപാടികളെക്കുറിച്ച്, നമ്മളെ കുടുംബത്തിൽ വരാൻ പോകുന്ന ചടങ്ങുകളെക്കുറിച്ച്, നമുക്കിനി ചെയ്യാവുന്നതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ അത്തരം സമയങ്ങൾ നമ്മൾ ഒരുമിച്ച് കൂട്ടായി ചിലവഴിക്കണം. അതിനോടൊപ്പം ചേർത്ത് പറയാനുള്ള, പല വീടുകളിലും ആഹാരം കഴിക്കുന്നത്, ഡിന്നർ ടൈം പലരും പല സമയത്താണ് കഴിക്കുന്നത്. കഴിയുമെങ്കിൽ ഡിന്നർ ഒരുമിച്ചിരുന്ന് കഴിക്കണം. ആ സമയത്ത് നമ്മളെ ഡിവൈസുകളൊക്കെ ദൂരെ മാറ്റി വയ്ക്കണം. എല്ലാവരും കൂടെ ഒരേ ടേബിളിൻ്റെ 4 ചുറ്റും ഇരുന്ന് ഫുഡ് കഴിക്കുന്നതുണ്ടല്ലോ, അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഹൃദയബന്ധങ്ങൾ ആഴത്തിലേർക്കുന്നത് പണ്ട് തൊട്ടേ കൂടുതൽ ആത്മബന്ധമുണ്ടാകാൻ അവരെ ഡിന്നറിന് നമ്മളെ വീട്ടിലേക്ക് വിളിക്കണം, അല്ലെങ്കിൽ നമ്മൾ അവരുടെ വീട്ടിലേക്ക് ഡിന്നറിന് പോകണം എന്നൊക്കെയാണ് പറയുന്നത്. അത് നമുക്കറിയാം, പണ്ടൊക്കെ വിവാഹമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ കപ്പിൾസായിട്ട് നമ്മളെ വീട്ടിലേക്ക് ഡിന്നറിനൊക്കെ ക്ഷണിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ആത്മബന്ധം കുറെ കൂടെ ദൃഢമാകാനാണ്. അത് പബ്ലിക്കിനോടോ മറ്റൊരു സുഹൃത്തിനോടോ മറ്റു നമ്മുടെ റിലേറ്റീവ്സിനോടോ നമുക്ക് ആത്മബന്ധം കൂടുതൽ കൂട്ടിയിണക്കാൻ ഒരുമിച്ച് ഡിന്നർ കഴിക്കുന്നത്, ഒരുമിച്ച് ആഹാരം കഴിക്കുന്നത് ഒരുപാട് സഹായിക്കുമെന്നാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെ കുടുംബത്തിൽ ഡിന്നർ ടൈം അത് ഒരുമിച്ചാവണം. ആ സമയത്ത് നമ്മളെ ഡിവൈസ്, ഒരാൾ TV കണ്ടുകൊണ്ടിരുന്നു ആഹാരം കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു മൊബൈൽ കണ്ടുകൊണ്ടിരുന്ന ആഹാരം കഴിക്കുന്നു, അത് ഒഴിവാക്കണം. ആ സമയത്ത് ഡിവൈസ് എല്ലാം ഒഴിവാക്കി വെച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കാനുള്ള സമയങ്ങൾ നമ്മളെ കുടുംബങ്ങളിൽ കണ്ടെത്തണം. അതുപോലെ തന്നെ വല്ലപ്പോഴും ഒരു ഫാമിലി ആയിട്ടൊരു ഔട്ടിങ്, വീക്കിലി ഒരു ദിവസം അതിനു വേണ്ടി. ഇതൊക്കെ വലിയ പണക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നോ, അങ്ങനെയൊന്നുമില്ല. നമ്മളാൽ കഴിയുന്ന സ്ഥലത്ത്, നമ്മുടെ നിയർ ബൈ ഒരു സ്ഥലത്തേക്ക് ഒരു ചെറിയ ഔട്ടിങ്. നമുക്ക് ഔട്ടിങ്ങിന് വിദേശ രാജ്യങ്ങളിലോ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകണമെന്നില്ല. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു വേറൊരു സ്ഥലത്തേക്ക് നമുക്കൊരു ഒന്ന് ഔട്ടിങ്ങിന് പോകാം. കാലത്തേ പോകാം. കുട്ടികളെയും കൊണ്ട് നെൽപ്പാടങ്ങളൊക്കെ നശിച്ചു പോകുന്ന ഈ കാലത്ത് വേണമെങ്കിൽ നെൽപ്പാടങ്ങളൊക്കെ കാണാൻ മക്കളെയും കൊണ്ട് പോകാം. എന്നിട്ട് അവിടെയൊക്കെ പോയി ആ പാടമൊക്കെ കാണിച്ച് അതെല്ലാം കണ്ട് ഒന്ന് കറങ്ങി വരുമ്പോൾ കുട്ടികളും നന്നായിട്ട് ഫ്രഷാവും. നമുക്കപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ പോയിൻ്റായ
നന്നായിട്ട് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും അവിടെ അവസരമുണ്ടാവും. അത്തരം ഫാമിലി ഔട്ടിങ്ങുകൾ നമ്മളെ കുടുംബ ബന്ധങ്ങളെ വളരെ ആഴത്തിൽ ഇഴുകിച്ചേരാനും കുടുംബ ബന്ധങ്ങൾ ഭയങ്കര ദൃഢമാകാനും നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് കടക്കാം. സപ്പോർട്ട് ഈച്ച് അതർ, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി. ഇന്ന് നമുക്കറിയാം കുടുംബങ്ങളിലെല്ലാം അണുകുടുംബങ്ങളായി മാറി. അച്ഛൻ, അമ്മ, മക്കൾ നമുക്ക് മാത്രമായി. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? പരസ്പരമുള്ള സഹകരണങ്ങൾ നമ്മൾ കുറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ വന്നത്. എപ്പോഴും നമ്മളെ കുടുംബങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ കുടുംബ ബന്ധങ്ങൾ വളരെ ദൃഢമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അച്ഛൻ, അച്ഛൻ്റെ ജ്യേഷ്ഠൻ, ജ്യേഷ്ഠൻ്റെ മക്കൾ, അമ്മ, അമ്മയുടെ സഹോദരങ്ങൾ, അവരുടെ മക്കൾ, ഇതെല്ലാം ഒരു കുടുംബത്തിൽ വരുന്നതാണ്. ഈ കുടുംബങ്ങളിലുള്ള എല്ലാവരുമായിട്ടും നല്ല ആത്മബന്ധം പുലർത്താൻ നമുക്ക് അവരുമായി ഇമോഷണൽ അറ്റാച്ച്മെൻറ്റുകൾ നമുക്കുണ്ടാകണം. അവരുടെ ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ അവരുമായി മിണ്ടാനും സഹകരിക്കാനും നമ്മൾ തയ്യാറാകണം. അവർക്കൊരു ചലഞ്ചിങ് ടൈം ഉണ്ടാകുമ്പോൾ, അവർക്കൊരു അത്യാഹിതം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് നമ്മളൊരു സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മളവിടെ ചെന്ന്, അപ്പം ഇന്നത്തെ കാലത്ത് അറിയാമോ, എന്തെങ്കിലും ഒരു പ്രശ്നം, ഞാൻ പണ്ട് ആശുപത്രി കിടന്നപ്പോൾ അവരും നമ്മൾ നോക്കാനൊന്നും വന്നിട്ടില്ല, പിന്നെ നമ്മളെന്തിനാ പോണേ, ഈ ഒരു ചിന്ത. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു കല്യാണം നടന്നപ്പോൾ അവർ തലേ ദിവസമൊന്നും വന്നില്ല, അവർ കല്യാണത്തിന് വന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഞാനും കല്യാണത്തിനേ പോകൂ. അത് നമ്മളെ കുടുംബ ബന്ധങ്ങളെ അകത്തിയാണ് കൊണ്ടുപോകുന്നത്. ഒരിക്കലും അവർ വന്നില്ലെങ്കിൽ എന്താ, ഞങ്ങൾ പോകും. എൻ്റെ സഹോദരൻ്റെ മകൻ്റെ കല്യാണമാണ്, അല്ലെങ്കിൽ എൻ്റെ സഹോദരിയുടെ മകൻ്റെ മകളുടെ കല്യാണമാണ്, അതിന് അവർ വന്നില്ല, അത് എൻ്റെ വിഷയമല്ല, ഞങ്ങൾ പോകും. ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തു നോക്കൂ. അവർ പിന്നീട് പശ്ചാത്തപിക്കും, അയ്യോ നമ്മളന്ന് ചെയ്ത് വളരെ തെറ്റായിപ്പോയി, പക്ഷേ അവരങ്ങനെ ചെയ്തില്ലല്ലോ എന്ന് ചിന്ത അവരിലുണ്ടാവും. അങ്ങനെയുള്ള സമയങ്ങളിൽ, ചലഞ്ചിങ് ടൈമുകളിൽ കൂടെ നിൽക്കുമ്പോഴാണ് കുടുംബ ബന്ധങ്ങൾ കുറെ കൂടെ ആർദ്രമായ ബന്ധം നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മളെ കുടുംബത്തിൽ തന്നെ ഇപ്പോൾ ഹസ്ബൻഡും വൈഫും ഉണ്ട്. വൈഫിന് ഓഫീസിൽ നല്ല തിരക്കാണ്, ഓടിച്ചൊക്കെ നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഹസ്ബൻഡ് വേണമെങ്കിൽ പറയാം, യു ഡോണ്ട് വറി, നിൻ്റെ സമയം എടുക്കുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ വിട്ടോ, നീ നിൻ്റെ ഓഫീസ് കാര്യങ്ങൾ എടുക്ക്, ഞാൻ നിൻ്റെ ഓഫീസിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. അങ്ങനെ സ്നേഹിക്കാനും അതുകൊണ്ട് ഹസ്ബൻഡിനാണ് ഇതേ സ്ഥിതി. ഹസ്ബൻഡ് നല്ല തിരക്കാണ് ഓഫീസിൽ, ഇപ്പോൾ പോട്ടെ ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഭാര്യയ്ക്ക് പറയാം, ചേട്ടാ മറ്റൊന്നും ചിന്തിക്കേണ്ട, വളരെ കൂളായിട്ടിരുന്നുള്ളൂ, ഞാൻ എന്നെ കഴിയുന്ന സഹായം പരസ്പരം, മക്കളുടെ പരീക്ഷ എക്സാമിനേഷൻ ടൈമിൽ കുട്ടിക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇങ്ങനെ ചലഞ്ചിങ് ടൈമുകളിൽ, ഇത് നമ്മുടെ കുടുംബത്തിലല്ല, നമ്മുടെ കുടുംബത്തിൽ സഹോദരൻ്റെ മക്കൾക്കായാലും സഹോദരിയുടെ മക്കൾക്കായാലും മറ്റ് കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ചലഞ്ചിങ് ടൈമുകളിൽ നമ്മുടെ സഹായങ്ങൾ എത്തിച്ചാൽ ആ ജീവിതം, ആ കുടുംബ ബന്ധങ്ങൾ കുറെ കൂടെ തീക്ഷ്ണമാകുമെന്നാണ് പറയുന്നത്. മാത്രവുമല്ല, ഇതൊരിക്കലും ജീവിതത്തിൽ അവരൊരിക്കലും മറക്കില്ല. നമ്മുടെ കുട്ടികളിൽ അത് നല്ല മൂല്യബോധമുള്ളവരായി വളർത്തിയെടുക്കാൻ, ഇത് നമ്മളെ കണ്ടാണ് നമ്മളെ മക്കൾ പഠിക്കുന്നത്. അപ്പോൾ അവരിലേക്ക് ഈ മൂല്യബോധം വളർത്തിയെടുക്കാനും അത് നമ്മളെ കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ഊട്ടിയുറപ്പിക്കാനും സഹായിക്കുമെന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ്, പ്രാക്ടീസ് പേഷ്യൻസ് ആൻഡ് ഫോർഗീവ്നെസ്. നമുക്ക് നല്ല ക്ഷമയും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാനുമുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകും. രണ്ട് രീതിയിൽ ജനിച്ചു വളർന്നു വന്നവരാണ് ഒരു കുടുംബമായി മാറുന്നത്. എവിടെയോ ജനിച്ചു, ഏതോ സംസ്കാരത്തിൽ വളർന്നു, എങ്ങനെയോ ഉള്ള ആൾക്കാരുമായിട്ടായിരിക്കും വിവാഹ ബന്ധത്തിൽ കൂടി ഒരു കുടുംബമായി മാറുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഓരോരുത്തരുടെയും ചിന്തകൾ വ്യത്യസ്തമായിരിക്കും. അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക സ്വാഭാവികം മാത്രമാണ്. പക്ഷേ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതിലല്ല പ്രശ്നം, അതിനെ മാനേജ് ചെയ്യുന്നതിലാണ് പ്രശ്നം. പല സ്ഥലങ്ങളിലും ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പിന്നീടാണ് വളർന്ന് വലിയ പ്രശ്നമാകുന്നത്. അപ്പോൾ കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്, വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു പ്രശ്നമേ അല്ല എന്ന് മനസ്സിലാകും. അതായത് ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു സംഗതി, ഒരു കാര്യത്തിൽ രണ്ടുപേരും തമ്മിലൊരു തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ ഒന്നാമതായി ചെയ്യേണ്ടത് അത് നമ്മൾ രണ്ടുപേരും മാത്രം ഇരുന്ന് തീർക്കുക എന്നുള്ളതാണ്. അതിലേക്ക് മറ്റുള്ളവരെ ഇൻവോൾവ് ചെയ്യിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത് ചിന്തിക്കേണ്ടത്. രണ്ടാമത്തെ പോയിന്റ്, എന്ത് കാര്യത്തിനെ കുറിച്ചാണോ നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അതേ പോയിന്റിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. പലയിടത്തും കണ്ടിട്ടുള്ളത്, ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ പണ്ട് ചെയ്തതും നീ അന്ന് അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, ഇല്ലാത്ത പഴയ കാര്യങ്ങളെ കൂടി ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കും. അപ്പോൾ പ്രശ്നം കുറേ കൂടെ സങ്കീർണമാകും, വലുതാകും. അത്തരം കാര്യം, എന്ത് പ്രോബ്ലത്തിനാണോ നമുക്കിപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കുന്നത് അതേ പ്രോബ്ലത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ കഴിയണം. ഏറ്റവും വേറെ ആരെയും ഇൻവോൾവ് ചെയ്യിക്കരുത് എന്ന് പറഞ്ഞതോടൊപ്പം ഒരു കാര്യം കൂടി പറയാം. വീട്ടിൽ എപ്പോഴും ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ
ആദ്യമായി അതിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് നമ്മുടെ മക്കളെയാണ്. മക്കളെ ഒരിക്കലും അതിലേക്ക് കൊണ്ടുവരരുത്. നിങ്ങളെ കോൺഫ്ലിക്റ്റ് അവരുടെ മുന്നിൽ ഉണ്ടാകാനേ പാടില്ല. പറയുന്നത് ബെഡ്റൂമിൽ തീർക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകൾ എത്ര വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും അത് നിങ്ങൾക്ക് വളരെ സിമ്പിളായി രണ്ടുപേരും വിചാരിച്ചാൽ മാനേജ് ചെയ്യാൻ പറ്റും. മറ്റുള്ളവരെ ഇൻവോൾവ് ചെയ്യിച്ചാൽ അത് ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒന്ന് പുഞ്ചിരിച്ചാൽ തീരാവുന്ന വിഷമങ്ങളേ ഉള്ളൂ, ഒന്ന് തലോടിയാൽ തീരുന്ന വേദനകളേ ഉള്ളൂ, ഒന്ന് ചേർത്ത് പിടിച്ചാൽ തീരുന്ന പിണക്കങ്ങളേ ഉള്ളൂ, ഒന്ന് ക്ഷമിച്ചാൽ തീരുന്ന സങ്കടങ്ങളല്ലേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളും ചെറിയൊരു സാന്ത്വനമായി ഒന്ന് സംസാരിക്കലും ഒന്ന് ചേർത്ത് പിടിക്കലും ഒരു എല്ലാം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഒരു കാരണങ്ങളും ഒരു പ്രശ്നങ്ങളുമില്ലാതെ സന്തോഷമുള്ള കെട്ടുറപ്പുള്ള ഒരു കുടുംബ ബന്ധം നമുക്ക് എല്ലാവർക്കും വാർത്തെടുക്കാൻ കഴിയും. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. എൻകറേജ് കൊളാബറേഷൻ സർവീസ് എന്നാണ് എൻ്റെ അടുത്ത പോയിന്റ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, വളരെ സന്തോഷം പകരുന്നതും അത് കുടുംബ ബന്ധങ്ങളെ ഒരുപാട് ആഴത്തിൽ ബന്ധമുള്ളതാക്കും. നമ്മൾ മക്കളുമൊക്കെ ചേർന്ന് ഒന്നും വേണ്ട, വൈകിട്ട് ഒത്തിരി സമയം കിട്ടുമ്പോൾ മക്കളും ഹസ്ബൻഡും വൈഫും എല്ലാവരും കൂടെ ചേർന്ന് കളി കളിച്ച് നോക്കി, ഒരു ഗെയിംസ് കളിച്ച് നോക്കി, അല്പം ഷട്ടിൽ കളിച്ച് നോക്കി. എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ അതിൻ്റെ സന്തോഷം, ആ കുടുംബത്തിലെ സന്തോഷം വളരെ വലുതാണ്. അതുപോലെ തന്നെ ഒരു ഗാർഡനിങ് വൈകിട്ടാകുമ്പോൾ എല്ലാവരും കൂടെ പോയി നമുക്കിന്ന് ഒരു കുറച്ച് മുളക് തൈ നടാം, അല്ലെങ്കിൽ കുറച്ച് വെണ്ടത്തൈ നടാം, അല്ലെങ്കിൽ നമ്മളെ കിച്ചണിലേക്കുള്ള കാര്യങ്ങൾ നടാം. മക്കളാൽ കഴിയുന്നത് അവരെ കൂടെ ഇൻവോൾവ് ചെയ്യിക്കണം. മക്കളെയും കൂടെ വിളിച്ചിരുത്തി ഹസ്ബൻഡ്, വൈഫ്, അപ്പൂപ്പൻ, അമ്മൂമ്മ ആരാണോ അവയിൽ വീട്ടിലുള്ള കുടുംബക്കാരെല്ലാവരും കൂടി ചേർന്ന് അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ. അത്തരം ആക്ടിവിറ്റികൾ ഒരുമിച്ച് ചെയ്ത് അങ്ങനെയുള്ള കൊളാബറേറ്റീവ് ആക്ടിവിറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെറിയ കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങളായാലും കുടുംബത്തിൽ ഒരു വിവാഹം അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ കുടുംബക്കാരെല്ലാവരും കൂടി ചേർന്ന്, പണ്ടെല്ലാം അങ്ങനെയായിരുന്നു, ഒരു കുടുംബത്തിൽ എന്തെങ്കിലും ഒരു കല്യാണമോ മറ്റോ വന്നാൽ മറ്റെല്ലാവരും അതിന് വളരെ നേരത്തെ തന്നെ അവിടെ എത്തിപ്പെടുകയും ആഴ്ചകളോളം ഒരുമിച്ച് താമസിച്ച് ആ കാര്യങ്ങളെ ചെയ്യുമായിരുന്നു. ഇന്ന് എല്ലാം അണുകുടുംബങ്ങളായി ഇതെല്ലാം വെളിയിൽ നിന്ന് ഫുഡെല്ലാം ഓർഡർ ചെയ്തെല്ലാം വെളിയിൽ നിന്നെല്ലാം വരുന്നത് കൊണ്ടും ആൾക്കാരുടെ അവിടെ ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പണ്ടെല്ലാം സ്വന്തമായി കുടുംബക്കാരെല്ലാവരും കൂടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അക്കാലമൊക്കെ പോയി. പക്ഷേ ഇന്നും നമുക്കതൊക്കെ തിരികെ കൊണ്ടുവരാൻ കഴിയും. അതായത് ഒരുമിച്ച് കൊളാബറേറ്റീവായിട്ട് എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുമ്പോൾ നല്ല ബന്ധങ്ങൾ വാർത്തെടുക്കാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ സർവീസ് മെൻറ്റാലിറ്റി, നമുക്ക് സേവനങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരു പ്രത്യേക സുഖമുണ്ടാകും. അത് നമ്മളെ കണ്ടാണ് നമ്മളെ കുട്ടികളും പഠിക്കുന്നത്. നമ്മൾ കരുണയുള്ളവരായിരിക്കണം, മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ സഹായിക്കണം, നമുക്ക് ഉള്ളതിൽ നിന്ന് നമുക്കിത് ആവശ്യമില്ല, അത് കുട്ടികളെ കൊണ്ടും ചെയ്യിക്കണം. മോൻ്റെ ഈ ടോയ് മോൻ ഇപ്പോൾ കുറേ കാലം കൊണ്ട് ഉപയോഗിക്കുന്നില്ലല്ലോ, അതൊരു കാര്യം ചെയ്യാം, അപ്പുറത്തെ കുട്ടിക്ക് പാവം അതിന് ടോയ് ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല, മോൻ ഈ ടോയ് ആ കുട്ടിക്ക് കൊടുത്തേ. ആ കുട്ടിയിലുണ്ടാകുന്നൊരു സേവന സന്നദ്ധത, അവനുണ്ടാകുന്നൊരു മനസ്സ്, ഇതൊക്കെ കുട്ടികൾ നമ്മൾ വാർത്തെടുക്കണം. സേവനം തനിയെ ഉണ്ടാകില്ല, നമ്മൾ കുട്ടികളിലേക്ക് അത് പഠിപ്പിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഇന്ന് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിയാൽ ഒരു വീട്ടിലും അങ്ങനെ വാങ്ങാറില്ല. 2 കുട്ടികളുണ്ടെങ്കിൽ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ട് വരും, 2 പേർക്കും ഓരോന്ന് കൊടുക്കും. ഇവിടെ അടിയൊന്നും വേണ്ട, 2 പേരും കഴിച്ചു. അതുപോലെ തന്നെ ടോയ് വാങ്ങിച്ചാൽ, കാർ വാങ്ങിയാൽ 2 കാർ വാങ്ങിച്ചുകൊണ്ടു, ഒന്ന് മോനും ഒന്ന് മോക്ക്, ഇത് നിൻ്റെ കളിപ്പാട്ടം, ഇത് എൻ്റെ കളിപ്പാട്ടം. ജീവിതത്തിൽ ഒരു കാര്യങ്ങളും കുട്ടികൾ ഷെയർ ചെയ്യില്ല. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ 2 മക്കളുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് മുട്ടായി വാങ്ങിച്ച് മൂത്ത കുട്ടിക്ക് കൊടുത്തിട്ട് വേണം, മോനെ ഇത് അനിയനും കൂടെ കൊടുത്തിട്ട് വേണം മോൻ കഴിക്കാൻ. ആ കുട്ടിക്ക് അനിയന് കൊടുക്കും, അമ്മയ്ക്ക് കൊടുക്കണം, അച്ഛന് വെച്ചേക്കണം, അപ്പൂപ്പന് കൊടുക്കണം, അമ്മൂമ്മയ്ക്ക് കൊടുക്കണം. അപ്പം കുട്ടിയിൽ അത് ആ ശീലം കുട്ടിക്കാലത്തെ നമ്മളാണ് വളർത്തിയെടുക്കേണ്ടത്. നമ്മളെന്താ ചെയ്യുന്നത്? 2 4 വാങ്ങിച്ചുകൊണ്ട് വരുന്നു, അപ്പൂപ്പന്, അമ്മൂമ്മയ്ക്ക്, ഇത് നിനക്ക്, ഇത് അനിയന്, എല്ലാവർക്കും കൊടുത്തു. കുട്ടിയിൽ ഷെയറിങ് മെൻറ്റാലിറ്റി നമ്മൾ പഠിപ്പിക്കുന്നില്ല, അത് നമ്മൾ പഠിപ്പിക്കണം. അങ്ങനെ ഷെയർ ചെയ്യുന്നതിലൂടെ കുട്ടി വളർന്നു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് വാല്യൂസ് അത് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കണം, നമ്മളായിട്ട് പഠിപ്പിച്ചെടുക്കണം. അത് സമൂഹത്തിന് ഗുണം ചെയ്യുമെന്ന് മാത്രമല്ല അവൻ്റെ ആത്മസന്തോഷത്തിനും ഇത്തരം സേവനങ്ങൾ ഒരുപാട് സഹായമായി കണ്ടിട്ടുണ്ട്. ഇത്തരം കൊളാബറേറ്റീവായുള്ള ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, കുട്ടികൾ ചെയ്യുന്ന സേവനങ്ങൾ, ഇതൊക്കെ ചെയ്യുന്ന കുടുംബങ്ങളിൽ കുടുംബ ബന്ധങ്ങൾ വളരെ ശക്തമായ കുടുംബ ബന്ധങ്ങളായിരിക്കും. അത്തരം കുട്ടികൾ ഒരിക്കലും മോശമായ രീതിയിലേക്ക് പോവുകയോ അവരിൽ നിന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രവൃത്തി അവരിൽ നിന്നുണ്ടാവുകയോ ചെയ്യില്ല. അടുത്ത പോയിന്റ്, സെലിബ്രേറ്റ് അച്ചീവ്മെൻറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കെന്തെങ്കിലുമൊക്കെ കുടുംബത്തിൽ ഒരു അച്ചീവ്മെൻറ്റുകൾ ഉണ്ടാകുമ്പോൾ അതങ്ങ് സെലിബ്രേറ്റ് ചെയ്യണമെന്നേ.
അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെ വലിയ ആൾക്കാർക്ക്, വലിയ പണക്കാർക്ക്, വലിയ കാശുകാർക്കൊക്കെ ഉള്ളതാണ് സാറേ, അതൊന്നും നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് പറ്റിയതല്ല. വൈനോ എന്തുകൊണ്ട് പറ്റില്ല? നമ്മുടെ മോൻ ഇന്നൊരു ചെറിയ സന്തോഷമുള്ള കാര്യമുണ്ട്. അപ്പോൾ സ്കൂളിൽ വന്നിട്ട് പറഞ്ഞ അച്ഛാ ഇന്ന് ഫുട്ബോൾ കളിയിൽ നമ്മളെ ടീമാണ് ജയിച്ചത്. അതെന്താ പറയുക, മിടുക്കൻ. വൈകിട്ട് നമുക്ക് ഒരു സ്വീറ്റ്സ് വാങ്ങിച്ച് കുട്ടിക്ക് കൊടുത്തിട്ട് ഗുഡ്, നമുക്ക് എല്ലാവർക്കും വൈകിട്ട്, അല്ലെങ്കിൽ അമ്മ വിചാരിച്ചപ്പോൾ അമ്മ ഒന്നുമില്ല, വീട്ടിൽ ഒരു ചെറിയ പായസം വെച്ചു, സന്തോഷം. എന്താണ്, മോനാണെന്ന് ജയിച്ചത്. അയൽക്കാർ ചോദിച്ചു എന്ത് പറ്റി, എന്താ ഹാപ്പിനെസ്? മോൻ പിന്നെ കൊച്ചു ജയിച്ചാൽ ആരെങ്കിലും വീട്ടിൽ ഇത്രയും. നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം. ഏത് കാര്യത്തിലാണോ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന കുട്ടിയിൽ ഒരുപാട് ആത്മവിശ്വാസങ്ങൾ ഉണ്ടാവും. കുട്ടികളല്ല, അത് വലിയവർക്കും ഉണ്ടാകും. നമ്മൾ നിന്ന് വൈഫ് ഓഫീസിൽ നിന്ന് പറഞ്ഞു ചേട്ടാ എനിക്കിന്ന് വലിയ സന്തോഷമുണ്ട്, കാര്യം ഞാൻ ചെയ്തു കൊടുത്ത പ്രോജക്റ്റിന് സിഇഒയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടി, എനിക്ക് എല്ലാവരും വിളിച്ച് അപ്രീഷിയേറ്റ്, നല്ല സന്തോഷമായി. മതി, ഓക്കെ ടുഡേ, ഇന്നത്തെ നമുക്ക് സന്തോഷിക്കണം. എൻ്റെ വൈഫിന് ഇത്രയും സന്തോഷം കിട്ടിയാൽ ഒരു കാര്യം ചെയ്യും, ഇന്ന് നീ ഫുഡ് ഉണ്ടാക്കണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി വെളിയിൽ പോയി ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ വെളിയിൽ നിന്ന് ഫുഡ് വരുത്തി നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ സെലിബ്രേഷൻ, ഒരു കേക്ക് വാങ്ങിക്കാം, വൈകിട്ട് കേക്ക് കട്ടിയാം, അല്ലെങ്കിൽ ഒരു സ്വീറ്റ്സ് ഒരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് എല്ലാം കൊടുത്തു. എന്താ ഹാപ്പിനെസ്? അമ്മയ്ക്ക് ഇന്ന് നല്ലൊരു അപ്രീസിയേഷൻ കിട്ടി. എന്തിന്, ഏറ്റവും ചെറിയ കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളെയും സെലിബ്രേറ്റ് ചെയ്യുന്നത് ആ കുടുംബ ബന്ധങ്ങൾ കുറേ കൂടെ ദൃഢമാക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇത്തരം നേട്ടങ്ങളെ അംഗീകരിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ ഒരുപാട് ദൃഢമാക്കാൻ സഹായിക്കും എന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ അടുത്ത പോയിന്റ് ക്രിയേറ്റ് ട്രഡിഷൻസ്. പഴയ കാലത്ത് നമ്മൾ ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഹിന്ദു വീടുകളിലൊക്കെ സന്ധ്യയാകുമ്പോൾ കൃത്യമായും സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുകയും കുട്ടികളൊക്കെ ഉൾപ്പെട്ടിരുന്ന് സന്ധ്യാനാമം ജപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ക്രിസ്ത്യൻ വീടുകളിൽ കൃത്യമായും ഒരു സന്ധ്യയ്ക്ക് മെഴുകുതിരി കത്തിച്ച് എല്ലാ കുടുംബാംഗങ്ങളെല്ലാവരും നിന്ന് മുട്ടുകാലിൽ പ്രാർത്ഥിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അത് മുസ്ലിം കുടുംബങ്ങളിലും കൃത്യമായ നിസ്കാരങ്ങൾ നടന്നിരുന്നു. അത്തരം പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് വീണ്ടും തിരികെ കൊണ്ടുവരണം. നമ്മുടെ വീട്ടിലെങ്കിലും അത് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും കുടുംബങ്ങൾ. അങ്ങനെ ചെയ്യുന്ന കുട്ടികളെന്നും ഈ പറഞ്ഞ ന്യൂസിൽ വാർത്തയിൽ വായിച്ചതുപോലെ അവരാരും ഡ്രഗ്സ് ഉപയോഗിച്ചതായിട്ടോ അവരാരും തെറ്റായ കാര്യങ്ങളിൽ പോയതായിട്ടോ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫെസ്റ്റിവൽസ് നമുക്കറിയാം, ഓണം ഫെസ്റ്റിവലായി, വിഷുവായി, ദീപാവലി, ഇങ്ങനെയുള്ള ഫെസ്റ്റിവലൊക്കെ വീട്ടിൽ കൃത്യമായി ആഘോഷിക്കണം. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. ആ സമയത്ത് മോനെ ഈ ഫെസ്റ്റിവൽ എന്തുകൊണ്ടാണ് എന്തിനാണ് ഈ ഫെസ്റ്റിവൽ എന്തുകൊണ്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്, ദിവാലി എന്ന് പറഞ്ഞാൽ എന്താണ്, അതെന്തുകൊണ്ടാണ് ആഘോഷിക്കപ്പെടുന്നത്, വിഷു എന്ന് പറയുന്നത് എന്താണ്, അതെന്തുകൊണ്ടാണ് ആഘോഷിക്കപ്പെടുന്നത്, മുഹറം എന്നാൽ എന്താണ്, ആ മുഹറം എങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്, ബക്രീദ് എന്താണ്, ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്, അതിൻ്റെ പിന്നൊക്കെ അതൊക്കെ നമ്മളെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം. അത്തരം കാര്യങ്ങൾ പകർന്നു കൊടുക്കുന്നതിലൂടെ നമ്മുടെ മക്കൾ മൂല്യബോധമുള്ളവരായി വളർന്നു വരുന്നതോടൊപ്പം ആ കുടുംബം നല്ല കെട്ടുറപ്പുള്ള കുടുംബമായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ റെത്യൂൾസ്, നമ്മുടെ പഴയ ശീലങ്ങൾ, പഴയ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഓർമ്മ ദിവസങ്ങൾ, അപ്പൂപ്പൻ്റെ ഓർമ്മ ദിവസമൊക്കെ വീട്ടിൽ നമ്മൾ ആഘോഷിക്കണം. ഒരു കാലത്ത് നമ്മുടെ മക്കളുടെ അടുത്ത് പറയണം, മോനെ ഇന്ന് ഈ അച്ഛനും നീ മകനുമൊക്കെ ഈ സുഖമായി ഇവിടെ ഇരിക്കുന്നത് ഒരു കാലത്ത് അപ്പൂപ്പന്മാർ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് വകകളായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അപ്പൂപ്പനാണ് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ട് അന്ന് അപ്പൂപ്പനൊക്കെ ഒരുപാട് വെയിലും കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണെന്ന് നമ്മൾ സുഖിക്കുന്നത്. അദ്ദേഹം മരിച്ച ദിവസമാണ് നമ്മൾ ഓർമ്മ ദിവസമായി, ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് നമ്മൾ വിളക്കൊക്കെ കത്തിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം നമ്മൾ ഇങ്ങനെയുള്ള സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അച്ഛനും മക്കളും നമ്മളെല്ലാം ഇന്ന് ഈ സുഖങ്ങളെല്ലാം നമുക്ക് കിട്ടിയത് അന്ന് ഒരുപാട് മണ്ണിൽ പണിയുകൊണ്ടും എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അപ്പൂപ്പൻ മോൻ്റെ വലിയ അപ്പൂപ്പൻ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് ഈ സ്വത്ത് വകകളൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ഫലമായിട്ടാണ്. അങ്ങനെ കുട്ടികളിലേക്ക് അത് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. നമുക്കെന്നറിയാം, ഇന്ന് സമൂഹത്തിൽ ആരെങ്കിലും ഒന്ന് മരിച്ചു പോയാൽ ഒരാഴ്ച ദുഃഖാചരണം, അതിനുശേഷം അദ്ദേഹം എന്തുമാത്രം കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് നമ്മൾ ഇവിടെ പുറകെ വിട്ടിട്ട് പോകുന്നത്. ആർക്കും അതിനൊരു കെയറുമില്ല. ഞാൻ പണ്ട് ട്രെയിനിങ്ങൊക്കെ എടുക്കാൻ പോകുമ്പോൾ ചിലയിടത്തൊക്കെ പറയും, നിങ്ങൾ ചില ആൾക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ഫോട്ടോയൊക്കെ വെച്ച് വിളക്ക് കത്തിക്കും. എവിടെയാണെന്നറിയാമോ, നിങ്ങൾക്ക് കടയോ കമ്പോളമോ മറ്റോ ഉണ്ടെന്നെങ്കിൽ അത് നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടല്ല,
അത് നിങ്ങളെ കട തന്നെയാണിത്, ഇപ്പോഴും വിറ്റിട്ടില്ല. അതുകൊണ്ട് അച്ഛൻ്റെ പഴയ കസ്റ്റമർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വലിയ ഫോട്ടോയൊക്കെ വെച്ച് വിളക്ക് കത്തിക്കുന്നത്. അല്ല, നിങ്ങളുടെ അടുത്തുള്ള പ്രത്യേക സ്നേഹം കൊണ്ടൊന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ ചില ട്രെയിനിങ്ങിലൊക്കെ പറയാറുള്ളത് പോലെ, നമുക്ക് നമ്മുടെ വീടുകളിൽ നമ്മുടെ കുട്ടികളെയെങ്കിലും നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം. പഴയ അപ്പൂപ്പന്മാർ, പഴയ കാരണവന്മാർ കുടുംബത്തിലൊക്കെ ഉണ്ടായിരുന്നവർ എന്തുമാത്രം കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് അവരിൽ ആ ബോധം നമ്മുടെ പുതിയ വരുന്ന തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് സഹായകമാണ്. അപ്പോൾ അവസാനത്തെ പോയിന്റ്, പ്രാക്ടീസ് അപ്രീസിയേഷൻ എന്നാണ് പറയുന്നത്. നമുക്ക് ഓരോ കാര്യങ്ങളെയും അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ കൃത്യമായി സമയം കണ്ടെത്തണം. അത് ഇന്നാറല്ലേ, എൻ്റെ ഭാര്യയല്ലേ, അതെൻ്റെ ഭർത്താവല്ലേ, അതല്ലേ എൻ്റെ മോനല്ലേ, അവനെന്ത് അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. ഏത് കാര്യത്തിനാണോ നമ്മൾ എപ്പോഴും പുരസ്കാരങ്ങൾ നൽകുന്നത്, ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുമെന്നാണ് പറയുന്നത്. കുട്ടികളായാലും അവർ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്കും അവരൊന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് നോക്കൂ. ഭയങ്കരമായ ചേഞ്ച് നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന്, നമ്മുടെ ഭാര്യ കാലത്തെ ഒരു ചായ ഇട്ടുകൊണ്ട് തരുന്നെന്നിരിക്കട്ടെ. ചായ വാങ്ങിയിട്ട് മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ച് ഒന്ന് സിപ്പ് ചെയ്തിരുന്ന്, ചായ ഇന്നത്തെ സൂപ്പറാണ്. ആ ഒരു സന്തോഷമുണ്ടല്ലോ. അവർ ചായ കൊണ്ട് തന്നിട്ട് നിങ്ങളെ നോക്കി നിൽക്കുന്നത് നിങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു റിമാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പല ആൾക്കാരും പത്രത്തിൽ തലനൂത്ത് നോക്കിയിട്ട് വേണ്ടേ, അല്ലെങ്കിൽ മൊബൈലിൽ നിന്ന് നോക്കിയിട്ട് വേണ്ടേ ആ ചായ കൊണ്ടുവന്ന ആളുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ. അപ്രിസിയേഷൻ ആഗ്രഹിക്കാത്തവരാരുമില്ല. ഭർത്താവ് വൈകിട്ട് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് ഭാര്യയുടെ കയ്യിൽ കൊടുത്ത് ഭാര്യയെ പെട്ടെന്ന് വാങ്ങി ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ട് അങ്ങ് പോയെന്നിരിക്കട്ടെ, ആ ഭർത്താവിന് എന്ത് ഫീൽ ചെയ്യും? ആ വാങ്ങിക്കൊണ്ട് കൊടുത്ത സാധനം എടുത്തു നന്നായിരിക്കുന്നല്ലോ എന്നൊരു വാക്ക് ആ ഭർത്താവും ആഗ്രഹിക്കും. ഇങ്ങനെ പരസ്പരം അപ്രിഷിയേറ്റ് ചെയ്യുന്നത് കുടുംബത്തിൽ ഒരുപാട് ബന്ധങ്ങളെ ദൃഢപ്പെടുത്താനും സന്തോഷം കുടുംബങ്ങളിൽ നിറഞ്ഞു നിൽക്കാനും സഹായിക്കും. അതുകൊണ്ട് ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്തവർ ഇനിയെങ്കിലും പരസ്പരം ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്ത് നോക്കൂ. ഈ ചെറിയ ചേഞ്ചിലൂടെ തന്നെ കുടുംബത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. മാത്രവുമല്ല, നമ്മളെ കുട്ടികളെ അപ്രിഷിയേറ്റ് ചെയ്യുന്നത്, പല ആൾക്കാരും കുട്ടികളെ അപ്രിഷിയേറ്റ് ചെയ്യാറില്ല. കൊച്ചുമോൻ ഒരു ട്രോഫിയുമായിട്ട് ഓടിക്കൊണ്ടു, എന്താ സ്പോർട്സിന് ട്രോഫി, സ്പോർട്സ് പഠിക്കാനാ നീ മണ്ട, പിന്നെ സ്പോർട്സ് ആര് ചോദിക്കണം, സ്പോർട്സ് കഴിഞ്ഞു. ആ കുട്ടിക്ക് എന്തുമാത്രം വേദന ഉണ്ടാകുമെന്നറിയാം. അവരെ ഒരു പരീക്ഷയെ തോറ്റു, നിന്നെ പണ്ടേ നീ പഠിക്കൂല എന്ന് പറയുന്നതിന് പകരം മക്കൾ നന്നായിട്ട് വർക്ക് ചെയ്ത് അവൻ കഷ്ടപ്പെട്ട് എന്തുമാത്രം പഠിച്ചു, അതിനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് നോക്ക്. അടുത്ത പ്രാവശ്യം അതിനേക്കാൾ നല്ല മാർക്ക് വാങ്ങും. കുട്ടികൾ ചെയ്ത പ്രവൃത്തിയെങ്കിലും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യൂ. അവൻ കളിച്ച് തോറ്റുപോയി, അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് തോറ്റുപോയി, പങ്കെടുത്തതിന് അപ്രീഷിയേറ്റ് ചെയ്യാമല്ലോ. എത്ര പേരാണ് പങ്കെടുത്തത്? 100 പേരുണ്ടായിരുന്നു. ക്ലാസ്സിൽ നിന്ന് 5 പേരല്ലേ പങ്കെടുത്തോളൂ. തോൽക്കാതിരിക്കുകയോ, മോൻ പങ്കെടുത്തല്ലോ, ആ പങ്കെടുത്ത അതിൻ്റെ ഒരു ചങ്കൂറ്റമുണ്ടല്ലോ, അതിനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് നോക്കൂ. അടുത്ത എല്ലാ മത്സരത്തിനും അവൻ പങ്കെടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അപ്രീസിയേഷൻ ഭയങ്കര പവറാണ്. ചെയ്യാതിരിക്കരുത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് നോക്കൂ. അതുകൊണ്ട് കൃത്യമായും അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ പുറകെ പോകരുത്. ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്കിന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം. ഞാനൊരു കാര്യം കൂടി പറയാം. നമ്മൾ പല വീഡിയോകളിലും പലയിടത്തും ഞാനും കണ്ടിട്ടുണ്ട്, ഒരു കുട്ടിക്ക് ആദ്യമായി ജോലി കിട്ടിയാൽ എന്താ ചെയ്യുക? ഒന്നുകിൽ ഒരു നല്ല ഐഫോൺ വാങ്ങിക്കും, അല്ലെങ്കിൽ ഒരു ബൈക്ക്. പയ്യന്മാരാണെങ്കിൽ ആദ്യം പോയി ബൈക്ക് വാങ്ങിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കുറേ സാധനങ്ങൾ വാങ്ങും. ഒരു ജോലി കിട്ടി, ആദ്യത്തെ ജോലി ഓഫീസിലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ ആദ്യത്തെ ശമ്പളമൊക്കെ വാങ്ങി വീട്ടിൽ വന്ന് അമ്മയുടെ അടുത്ത് വന്നിരുന്നിട്ട് ചോദിക്കണം, അമ്മ ഈ ജീവിതത്തിൽ ഹാപ്പിയാണോ? അമ്മയുടെ ജോലിയിൽ അമ്മ ഹാപ്പി ആയിരുന്നോ? അല്ലെങ്കിൽ അച്ഛനെ അടുത്തോട്ട് വിളിച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് ചെന്നിരുന്നോ, അച്ഛൻ്റെ ജോലിയിൽ അച്ഛൻ ഹാപ്പി ആയിരുന്നോ? അപ്പോൾ അച്ഛൻ പറയും, എന്തോന്ന്, അങ്ങനെയൊക്കെ അങ്ങ് പോയടാ മക്കളെ. അമ്മയും പറയും, അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോണേ. അമ്മ അങ്ങനെയല്ല, സത്യം പോലെ പറയണം. അമ്മയുടെ ജോലിയിൽ ഹാപ്പി ആയിരുന്നു, അല്ലെങ്കിൽ അച്ഛൻ്റെ ജോലിയിൽ ഹാപ്പി ആയിരുന്നു. ആ കണ്ണുകൾ നിറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്ത് ഹാപ്പി മോനെ, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു, നിങ്ങളെയൊക്കെ വളർത്തി ഇത്രയൊക്കെ എത്തിക്കണ്ടായിരുന്നോ? അതിനുവേണ്ടി അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അച്ഛനും അമ്മയും. നമ്മുടെ തുടക്കമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു മക്കളെ. അപ്പോഴാണ് ആ ഫീലിംഗ് വെളിയിലേക്ക് വരുന്നത്. അത് നിങ്ങളൊന്ന് അവരോട് അടുത്തിരുന്ന് ഒന്ന് കേട്ട് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരെന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഇന്ന് ഈ തണൽ നമ്മളിലെത്തിയത് എന്ന്. അത്തരം ഗ്രാറ്റിറ്റ്യൂഡുള്ള മക്കളാവാൻ നിങ്ങൾക്ക് കഴിയണം. ഇതിങ്ങനെ എല്ലാം ചെയ്യണമെങ്കിൽ കുടുംബത്തിൽ ഈ പറഞ്ഞ 8 പോയിന്റുകളും നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിയണമെങ്കിൽ ഒരു കാര്യം കൂടി വേണം. അതിനാണ് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത്. ജീവിതത്തിൽ ജോലിയുള്ളവർ, ഞാൻ ജോലിക്കാരനാണ്, ജോലി മാത്രമേ ഉള്ളൂ, കാലത്ത് ജോലിക്ക് പോവും,
വൈകിട്ടാകുമ്പോൾ ജോലിയിൽ നിന്ന് വരും. അങ്ങനെ ആകരുത്. ജോലിക്ക് ജോലിയുടേതായ സമയം, കുടുംബത്തിന് കുടുംബത്തിൻ്റെതായ സമയം, സമൂഹത്തിന് സോഷ്യൽ ആക്ടിവിറ്റിയുടേതായ സമയം, എല്ലാത്തിനും പ്രത്യേകം സമയം കണ്ടെത്താൻ കഴിയുന്ന രീതിയിൽ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്ത് പോകാൻ കഴിയുന്നവർക്ക് നല്ലൊരു കുടുംബ ബന്ധം കെട്ടിപ്പടുക്കാനും കഴിയൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ടും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർ കൂടി ഉപകാരപ്രദമാകാൻ ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കാൻ മാത്രവുമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും നല്ല കുടുംബ ബന്ധങ്ങളുണ്ടാകുവാൻ, നല്ല കെട്ടുറപ്പുള്ള സ്നേഹസമ്പന്നമായ സന്തോഷപ്രദമായ കുടുംബ ബന്ധങ്ങളുണ്ടാകാൻ എൻ്റെ വീഡിയോ കൂടി സഹായകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്.